ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് കേട്ടോ കഴിക്കാൻ. ഇത് പിന്നെ കുട്ടികൾക്കുള്ള കോറയാണ്. പിന്നെ കോറയും ചപ്പാത്തി ഉള്ളിക്കറിയൊക്കെ ആയപ്പോൾ ഞാൻ വേദനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ഹാളിൽ പോയി നോക്കിയപ്പോൾ വാവ നല്ല ഉറക്കം. അവൻ എത്ര ഉറങ്ങിയിട്ടും മതിയാവണില്ല കേട്ടോ. എത്ര ദിവസം നന്നായി കിടന്നുറങ്ങിയതല്ലേ. അപ്പം ഞാൻ വേഗം അവനെയൊക്കെ ഒന്ന് ഉണർത്തി വിട്ടാക്കി. പൊതുവെ അവൻ ഇത്തിരി ഉറക്കം കൂടുതലാണ്. പിന്നെ അച്ചുട്ടി അവളുടെ കുളിയും എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ സ്വത്തൊന്ന് ഭയങ്കര ഹാപ്പിയാണ്. മൂപ്പരൊന്ന് നേരത്തെ നീക്കലും കുളിക്കലും ഭക്ഷണം കഴിക്കലും വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. സ്കൂളിൽ പോകേണ്ട സന്തോഷമൊന്നുമല്ല. മൂപ്പർക്ക് ഇന്ന് ബാഗി പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഇന്ന് കളർ ഡ്രസ്സ് ഇടാന്നുള്ള സന്തോഷമാണ്. പിന്നെ വാവ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അവർ റെഡിയായി കേട്ടോ. ഞാനപ്പോൾ അവർ റെഡി ആവണ നേരം കൊണ്ട് ഞാൻ വേഗം അവിടെ അടിച്ചു കോരി ഇട്ട് കൊടുക്കുകയാണേ. അടിച്ചു കോരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വിളക്ക് വെക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ അച്ചുട്ടിയും എൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ വന്നു കേട്ടോ. പിന്നെ സ്വത്തു മുടി ചീന്തി ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒതുക്കി വെക്കേണ്ടടാ, ഭംഗിയില്ല പറഞ്ഞിട്ട് ചേച്ചി ശരിയാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അവൾ പോവാൻ നേരമായി. അപ്പോൾ അവർ ഉമ്മയൊക്കെ കൊടുത്ത് വിട്ടാക്കുകയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. ഇനി തല്ലുകൂടിന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ സ്നേഹമാണ് കേട്ടോ. അപ്പം നമ്മൾ നോക്കി നിൽക്കും തല്ലുകൂടിന് കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ കുട്ടികളുടെ കഴിഞ്ഞു. അവർ അതാ വിളക്കൊക്കെ വെച്ച് ഇറങ്ങി കേട്ടോ. അത് അവരുടെ അച്ഛമ്മയാണ് കേട്ടോ അവരിനെ നോക്കി നിൽക്കുന്നത്. പിന്നെ ബസ് വന്നു. സ്വത്തപ്പം ടാറ്റയൊക്കെ കാട്ടിയിട്ട് പോവട്ടെ. മൂപ്പർക്ക് എന്നും ഉഷാറൊന്നും ഉണ്ടാവില്ല സ്കൂളിൽ പോകാൻ. പക്ഷേ ഇപ്രാവശ്യം എന്താണാവോ വലിയ കുഴപ്പമില്ല. മൂപ്പര് സ്കൂളിൽ പോണതേ എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ പഠിക്കണത് തന്നെ. പിന്നെ അവരങ്ങനെ പോയി കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്നു അടുക്കളയിൽ കയറി. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചു. വീതനയൊക്കെ അടിച്ചു തുടച്ചിട്ടു കേട്ടോ. പിന്നെ കുറച്ച് തുണി തിരുമ്പാനുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ തുണിയൊക്കെ തിരുമ്പി കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ അങ്ങനെ വന്ന് കുളിച്ചു ഒന്ന് തൊഴുതു ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഒരു കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെയാണ് ഷോർട്ട് കുർത്തി. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.